ഫസ്റ്റ് വൺ, എവറി ചൈൽഡ് ഡെവലപ്സ് അറ്റ് ദെയർ ഓൺ പേസ്. എല്ലാ കുട്ടികളും സെയിം സ്പീഡിൽ ഡെവലപ്പ് ചെയ്യണമെന്നില്ല. മൈൽ സ്റ്റോൺസ് ആർ ഗൈഡ്സ്, നോട്ട് ഡെഡ് ലൈൻസ്. അതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികളുമായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക. സെക്കൻഡ് വൺ, പ്ലേ ഇസ് നോട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. കുട്ടി കളിക്കുന്നത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാനല്ല. കളിക്കുമ്പോഴാണ് അവർ കൂടുതൽ മൂവ് ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പഠിക്കുന്നത്. തേർഡ് വൺ, ഫ്ലോ ടൈം ഈസ് മോർ വാല്യുബിൾ ദാൻ കണ്ടെയ്നർ ടൈം. ബേബീനെ എപ്പോഴും സ്വിംഗ്, ബൗൺസേഴ്സ്, വാക്കേഴ്സിലൊക്കെ വെക്കുന്നതിന് പകരം ദേ നീഡ് ഫ്രീഡം. ബേബീസ് നീഡ് ഫ്രീഡം ടു മൂവ്, എക്സ്പ്ലോർ ആൻഡ് പ്രാക്ടീസ് ഡിഫറെന്റ് മൂവ്മെന്റ്സ്. സോ ഫ്ലോ ടൈം എന്ന് പറഞ്ഞാൽ ബേബീസിന് ഒരു ലേണിംഗ് ടൈം പോലെയാണ്. ദി ഫോർത്ത് വൺ, മോർ ടോയ്സ് ഇസ് നോട്ട് എ ബെറ്റർ ഡെവലപ്മെന്റ്. കൂടുതൽ ടോയ്സ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്മെന്റ് ബെറ്റർ ആക്കണമെന്നില്ല. എക്സ്പെൻസീവ് ടോയ്സിനെക്കാട്ടിയും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഇന്ററാക്ഷൻ, നിങ്ങൾ കുട്ടികളായിട്ട് പാട്ട് പാടുന്നത്, സംസാരിക്കുന്നത്, വായിക്കുന്നത്, ഒരുമിച്ചിരുന്ന് കളിക്കുന്നതൊക്കെ. ദി ഫിഫ്ത്ത് വൺ, ഡോണ്ട് വെയിറ്റ് ഇഫ് യു ആർ വറീഡ്. കുറച്ച് കഴിഞ്ഞ് ശരിയാവും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് പലതും കാണും. നിങ്ങളുടെ ചൈൽഡിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഒരു പീഡിയാട്രിക് ഫിസിയോ ആയിട്ട് കൺസൾട്ട് ചെയ്യുക. ഏർലി സപ്പോർട്ട് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. റിമെമ്പർ, ഡോണ്ട് റേസ് യുവർ ചൈൽഡ് ബൈ കമ്പയറിംഗ്, റേസ് ദം ബൈ കണക്റ്റിംഗ്. എല്ലാ ചൈൽഡും അവരുടേതായ ടൈം ലൈൻ ഉണ്ട്. എവറി ചൈൽഡ് ഡിസേർവ്സ് ദി ഓപ്പർച്യൂണിറ്റി ടു മൂവ്, പ്ലേ, എക്സ്പ്ലോർ ആൻഡ് ത്രൈവ്.